ആചാര്യ സാർ, താങ്കൾക്കറിയാം, കാരണം എത്രയോ വർഷക്കാലം താങ്കൾ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായി ഇരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവം അതുയർത്തുന്ന സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇതാ പാർലമെന്ററി കാര്യ മന്ത്രി പറയുന്നത് മുൻകാലങ്ങളിലെ സുരക്ഷാ വീഴ്ചയൊക്കെ കൂട്ടി വായിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതല്ല, അതിനപ്പുറത്തേക്ക് നമുക്കിനിയും ഇരുത്തി ചിന്തിക്കണം. രാജ്യത്തിന്റെ പ്രതീകമായ നമ്മുടെ പരമോന്നത ശ്രീകോവിലായ പാർലമെന്റിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാൻ പാടില്ല, ആർക്കും കയറി വരാവുന്ന ഒരു സ്ഥിതി എന്നതിലേക്ക് ഒരു മെസ്സേജ് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്റ്റ് വളരെ ഗുരുതരമാണ്. ആ രീതിയിൽ ഇരുത്തിയുള്ള ഒരു വിലയിരുത്തലിലേക്കും ചിന്തകളിലേക്കും നടപടികളിലേക്കും പ്രായോഗിക സമീപനങ്ങളിലേക്കും പോകേണ്ടതല്ലേ സാർ? പാർലമെന്റിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് നിർവഹിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് തുടർന്നു വരുന്നതാണ്. പാർലമെന്റിന്റെ സെക്യൂരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിസിറ്റേഴ്സ് ഗാലറിയുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. വിസിറ്റേഴ്സ് ഗാലറിയിൽ വന്നിരിക്കുന്ന ഏത് വിസിറ്റർക്കും അവിടെ ഇരിക്കുമ്പോൾ രണ്ട് സൈഡിലും, അതായത് അവരിയ്ക്കുന്ന ബെഞ്ചിൻ്റെ രണ്ടറ്റത്തും രണ്ട് സെക്യൂരിറ്റിക്കാരിരിപ്പുണ്ട്. അവർ സിവിൽ ഡ്രസ്സിലാണ് ഇരിക്കുന്നത്. അവർ വളരെ ട്രെയിൻഡായിട്ടുള്ള പോലീസ് സെക്യൂരിറ്റിക്കാരാണ്. അവിടെ ഇരിക്കുന്ന ഈ വിസിറ്റേഴ്സ് കൈയൊന്ന് അനക്കിയാൽ ഉടൻ അവർ കൈ അനക്കരുത്, അനങ്ങാതെ അവിടെ ഇരിക്കാൻ പറയും. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ ഇരുത്തുകയും അല്ലെങ്കിൽ അവരെ വെളിയിൽ പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെയാണ് അവർ എപ്പോഴും ഇരിക്കുന്ന ഈ വിസിറ്റേഴ്സിനെയാണ് ശ്രദ്ധിക്കുന്നത്, അല്ലാതെ സഭയിൽ നടക്കുന്ന കാര്യങ്ങളല്ല. അവരുടെ ഒരു അവരുടെ ഒരു പെർമിറ്റ്, അവരുടെ ഒരു നിർദ്ദേശം, ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇരിക്കുന്ന വിസിറ്റേഴ്സിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സർവ്വസമയത്തും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വിസിറ്റർക്ക് ഒന്നും അനങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സെക്യൂരിറ്റി സംവിധാനമാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ബെഞ്ചുകളിലും രണ്ട് അറ്റത്തിലും രണ്ടുപേരിരിപ്പുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഈ സംഭവം നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ, ഒന്നാമത്തെ കാര്യം, ഒരാൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് സഭയുടെ ഉള്ളിലേക്ക് ചാടണമെങ്കിൽ ആദ്യം എണീക്കണം. ആ എണീക്കുന്ന സമയത്ത് തന്നെ ഈ സെക്യൂരിറ്റിക്കാർ അയാളെ പിടിക്കേണ്ടതായിരുന്നു. പിടിക്കാൻ അവർക്ക് കഴിയും. അങ്ങനെയാണ് അവർ ഇരിക്കുന്നത്. അത്ര അലർട്ട് ആയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. തീർച്ചയായും സാർ, ഇവിടെ എല്ലാവരും പറയുന്ന പോലെ, പ്രതിപക്ഷം ഇന്ന് ഉയർത്തുന്ന പോലെ ഒരു ഹൈ അലർട്ടിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമുക്കറിയാം, ഈ കഴിഞ്ഞ 22 വർഷം മുമ്പുണ്ടായ പാർലമെന്റ് ആക്ടിന്റെ ഒരു വാർഷിക ദിനം, പിന്നെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ ഒരു പ്രതിഷേധ സ്വരം ഉയരും, അത് പാർലമെന്റിന് നേരെ ഉണ്ടാകും എന്നൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഒരു ഹൈ അലർട്ടിൽ എന്തുകൊണ്ടൊരു ലൂസ് ഉണ്ടായി? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നതല്ലേ ഇന്നലത്തെ സംഭവം? തീർച്ചയായും സ്വീകരിക്കാവുന്ന കാര്യങ്ങളിൽ എന്താണ് വെള്ളം ചേർക്കുക പോലും ചെയ്തോ എന്നൊരു തോന്നൽ ഉണ്ടാകാൻ ഇല്ലാത്തതാണല്ലോ. അങ്ങനെ എന്ത് പിഴവ് താങ്കൾക്ക് തോന്നുന്നുണ്ട്? അത് ഞാൻ പറയുന്നത്, ഇപ്പൊ സാധാരണ ഇന്നലത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. അതല്ലാതെ തന്നെ പാർലമെന്റിന്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് നോർമൽ ടൈംസിൽ പോലും ഇങ്ങനെയാണ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം. അതായത് ഒരു വിസിറ്റർക്ക് അനങ്ങാൻ പാടില്ലാത്ത രീതിയിലാണ്. കോഴ്സ് മുദ്രാവാക്യം ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവരുടെ കൈ ഉടൻ തന്നെ ആ സെക്യൂരിറ്റിക്കാർ അവരുടെ വാ പൊത്തിയിട്ട് അവരെ എടുത്ത് ഫിസിക്കലി വെളിയിൽ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എടുത്ത് ചാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകിൽ അവർ അലേർട്ടല്ല. അപ്പോൾ ആ സെക്യൂരിറ്റി സിസ്റ്റം അങ്ങനെ ഒരു ലാക്സിറ്റി വന്നു എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം. കാരണം ഈ സെക്യൂരിറ്റിയുടെ സംവിധാനത്തിൻ്റെയൊക്കെ ഓവറോൾ കൺട്രോളും പാർലമെന്റിന്റെ മൊത്തത്തിൽ മാനേജ്മെന്റിന്റെ അതെല്ലാം നിർവഹിച്ച ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. അതങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഗതിയാണ്. ആ രീതി വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ചാടിയിട്ടുണ്ട്. ഒരാൾ ചാടിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരു സെക്യൂരിറ്റിക്കാരനും താഴെ ചാടി അയാളെ പിടിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ചില ആളുകളൊക്കെ മുദ്രാവാക്യം മുഴക്കുകയും കടലാസ് എടുത്തെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല
സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു സീരിയസ് ആയ ഒരു സംഗതിയായിട്ട് സഭ അയാളെ ഒരു ദിവസം ഡീറ്റെയിൻ ചെയ്തിട്ട് പറഞ്ഞു വിടുന്ന ഒരു രീതിയായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇന്നലത്തെ അങ്ങനെയല്ല. ആ സംഭവത്തിന്റെ നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് ഇറങ്ങി ചാടി, ഡെസ്കിന്റെ മുകളിലൂടെ ചാടി പോയി ഷൂസ് അഴിച്ച് ഷൂസിൽ നിന്ന് കനിസ്റ്റർ എടുത്ത് അത് പ്രസ് ചെയ്ത് ഗ്യാസ് വെളിയിൽ വന്ന് അവിടെ ഒക്കെ നിറച്ചു. അപ്പം ഈ സാധനം എങ്ങനെ ഈ ഷൂസിൽ കീഴിൽ വെച്ചുകൊണ്ട് ഇവർക്ക് ചാടാൻ പറ്റി? അതെങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ആയിപ്പോയത്? അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ വേ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടൈറ്റ്നെസ് അത് കാണുന്നില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. പി സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. സീരിയസ് ലാപ്സ് ഉണ്ടായി എന്നുള്ളത്, വളരെ ബ്രീച്ച് ഉണ്ടായി സുരക്ഷയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ശ്രീ മനോജ് മേനോൻ, താങ്കൾ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. താങ്കളിലേക്ക് എത്തും മുമ്പ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ സസ്പെൻഷൻ എന്നുള്ളത്, ഈ എം പിമാരുടെ കാര്യം ചോദിക്കുന്നു. തീർച്ചയായും അത് ഇന്ന് ഉണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ഈ പറയുന്ന എം പിമാരടക്കം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യ മന്ത്രി അത് പരിധി വിട്ടുള്ള പ്രതിഷേധം എന്ന പേരിലാണ് ഈ എം പിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മനോജ് മേനോൻ, നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് നേരിൽ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ട്രെൻഡ് ആയിട്ടുള്ള രണ്ടുപേർ എന്ന നിലയിൽ അവിടെ വന്ന് ചാടുന്ന ഒരു നിമിഷം. അപ്പോൾ നമുക്ക് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണണം. ആ നിലയ്ക്കാണോ ഈ സംവിധാനങ്ങൾ ഇതിനെ കാണുന്നത്? കാരണം ആർക്കും എങ്ങനെയും, കാരണം ഒരു നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ സ്പ്രേയർ അത് ഏതെങ്കിലും തരത്തിലൊരു വിഷവാതകമോ മറ്റോ ആയിരുന്നെങ്കിൽ പലതാണ് നമുക്ക് ഇരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരു വലിയൊരു പിഴവുണ്ടായി ഇതല്ലേ? അത് അങ്ങനെ ആ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? എന്താണ് താങ്കൾ ഇപ്പോഴും ചില കാണുന്ന ദുരൂഹതകൾ ഉണ്ടെങ്കിൽ അതെന്താണ് ശ്രീ മനോജ് മേനോൻ? രജീഷ്, ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള PDT ആചാര്യ സാറ് ദീർഘകാലം പാർലമെൻറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥനും അതിനുശേഷം ലോക്സഭാ സെക്രട്ടറി ജനറലായി തന്നെ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ കൃത്യമായ വ്യവസ്ഥകളുള്ള ഒരു സംവിധാനമാണ് പാർലമെൻറ്റും അതുപോലെ തന്നെ പാർലമെൻറ്റ് നടത്തിപ്പും. അതിനകത്ത് സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. സുരക്ഷ പാലിക്കേണ്ടത് അല്ലെങ്കിൽ പരിപാലിക്കേണ്ടത് ആ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് PDT ആചാര്യ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷയിലുണ്ടായിരിക്കുന്ന വലിയൊരു ബ്രീച്ച്, വലിയൊരു വീഴ്ച, ലംഘനമാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുമ്പോൾ തന്നെ നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ട്, സുരക്ഷാ വ്യവസ്ഥകളുണ്ട്. പഴയ മന്ദിരത്തെക്കാൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഈ പുതിയ മന്ദിരത്തിലുണ്ട് എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങളും അതുപോലെ തന്നെ സർക്കാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ സംഭവിച്ചത് വളരെ അനായാസമായിട്ട് രണ്ട് യുവാക്കൾക്ക് ഈ സന്ദർശക ഗാലറി വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന, അമ്പരപ്പിക്കുന്ന ഒരു വിഷയമാണ്. കാരണം സാധാരണ നിലയിൽ ഇപ്പോൾ ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് 22 വർഷമായിട്ട് പാർലമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഈ പാർലമെൻറ്റ് കവർ ചെയ്യുമ്പോഴൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഉള്ള നിയന്ത്രണങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതിനേക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ സാധാരണ സന്ദർശകർക്കുണ്ട്. മാധ്യമപ്രവർത്തകർക്കും എം പിമാർക്കും ഒരളവ് വരെ ചില ഇളവുകളുണ്ട്. പക്ഷേ സാധാരണ സന്ദർശകർക്ക് യാതൊരു വിധത്തിലുള്ള വസ്തുവകകളും തൻ്റെ ശരീരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു പേന പോലും കടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. കർച്ചീഫ് അടക്കം പ്രത്യേകിച്ചിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിച്ച ശേഷം മാത്രമേ, തികച്ചും ഒന്നുമില്ല, ശൂന്യമായ നിലയിൽ മാത്രമേ ഒരു സന്ദർശകന് സാധാരണ നിലയിൽ പാർലമെൻറ്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും അത്തരം ഒരു സംവിധാനം തന്നെയാണ് നിലനിന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു രണ്ട് കനിസ്റ്ററുകളുമായിട്ട്, ഗ്യാസ് കനിസ്റ്ററുമായിട്ട് ഷൂവിൽ ഒളിപ്പിച്ചുകൊണ്ട് രണ്ട് യുവാക്കൾക്ക് ഈ സന്ദർശക ഗാലറിയിൽ എത്താൻ കഴിയുകയും സന്ദർശക ഗാലറിയിൽ നിന്ന് അനായാസമായി എത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അനായാസമായിട്ട് തന്നെ അവർക്ക് ലോക്സഭയുടെ ചേംബറിലേക്ക് ചാടാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ആ വിഷയം തന്നെയാണ് ഈ സുരക്ഷാ സംവിധാനത്തിൽ ഏറ്റവും വലിയ പാളിച്ചയായിട്ട്, പഴുതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ആചാര്യ സാർ പറഞ്ഞതുപോലെ തന്നെ സാധാരണ നിലയിൽ സന്ദർശക ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ഇരിപ്പിടങ്ങൾക്ക് രണ്ട് വശത്തും ഉണ്ടാകും. ഓരോ ലെയർ ബെഞ്ചുകളുടെയും രണ്ട് വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ടാവും. അത് വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ടാവും, പുരുഷ ഉദ്യോഗസ്ഥരും ഉണ്ടാവും. സന്ദർശകൻ ഒരു കാലെടുത്ത് മറ്റൊരു കാലിൽ വെക്കാൻ പോലും സാധാരണ നിലയിൽ ഇവർ ഉദ്യോഗസ്ഥർ സമ്മതിക്കാറില്ല. പക്ഷെ അങ്ങനെ അത്രയധികം കർശന വ്യവസ്ഥ. അതായത് ഈ പ്രതികളുടെ ഈ വളരെ പരിശീലനം സിദ്ധിച്ച പോലെയുള്ള ഈ ആളുകളുടെ ഇവരുടെ രീതി, ആ
ആക്ഷൻ പ്ലാനൊക്കെ നോക്കുമ്പോൾ മനോജ് മേനോന് ഈ കേസിന്റെ ഇപ്പോഴത്തെ അന്വേഷണത്തെക്കുറിച്ചും ഈ 6 പേര് 5 പേരാണ് കസ്റ്റഡിയിലുള്ളത് അവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ? ഇതൊരു ടെറർ എലമെന്റ് ഇല്ല എന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇലമെന്റ്, സീരിയസ് ആയിട്ടുള്ള ഇലമെന്റിലേക്കൊക്കെ പോയിരിക്കാം എന്ന ഒരു തോന്നൽ ഉണ്ടോ താങ്കൾക്ക്? ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ അന്വേഷണത്തിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. നമുക്ക് സാധാരണ ഒരു നിഗമനങ്ങളിൽ എത്താൻ മാത്രമേ ഇതിനെക്കുറിച്ച് സാധിക്കുകയുള്ളൂ. കാരണം ഈ യുവാക്കളെ കുറിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. 2001 പാർലമെന്റിൽ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഭീകര സംഘടനകൾ അതിൻ്റെ അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇത് യഥാർത്ഥത്തിൽ പാർലമെന്റിനെ ഉലച്ച ഒരു മൂന്നാമത്തെ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. 2001 പാർലമെന്റ് ആക്രമണം, 2014 പെപ്പർ സ്പ്രേയുമായിട്ട് ചില അംഗങ്ങൾ പെപ്പർ സ്പ്രേയും കത്തിയുമായിട്ട് ലോക്സഭയുടെ ചേംബറിൽ കടന്നിട്ടുള്ള ഒരു സംഭവം 2014 ഫെബ്രുവരി 14 ഉണ്ടായിട്ടുണ്ട്. ഇത് ആന്ധ്ര വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം മൂന്നാമത്തെ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ലോക്സഭയെ അല്ലെങ്കിൽ പാർലമെന്റിനെ ഉലയ്ക്കുന്ന ഒരു സംഭവം. അപ്പോൾ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. പക്ഷേ നിലവിൽ ഇതുവരെ ഈ 6 യുവാക്കളെ കുറിച്ചുള്ള ദുരൂഹത നിലനിൽക്കുകയാണ്. ഇവർ ഫേസ്ബുക്കിലൂടെയാണ് ബന്ധപ്പെട്ടത് എന്നുള്ളതും പല സംസ്ഥാനങ്ങളിലുള്ളവരാണ്. ഇവരൊരു മൈസൂരിൽ നിന്നുള്ളൊരു BJP MP-യുടെ ശുപാർശ പ്രകാരമാണ് ഇതിൽ 2 പേർ പാസ് സംഘടിപ്പിച്ചിരുന്നത്. 6 പേരും പാസ് എടുത്ത് അകത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും 2 പേർക്ക് മാത്രമേ പാസിനുള്ള അവകാശം കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ പാസിനുള്ള അവസരം കിട്ടിയുള്ളൂ. അത് 2 പേരാണ് അകത്ത് കടന്നിരിക്കുന്നത്. ബാക്കി 2 പേർ പുറത്തു നിന്ന് പ്രതിഷേധിച്ചു. 2 പേര് സംഭവ സ്ഥലത്ത് തന്നെ മുങ്ങി. അതിലൊരാളെ ഇന്നലെ വൈകിട്ട് ഗുരുഗ്രാമിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. 6ാമത്തെ ആളാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന സൂചനകൾ. ലളിത് എന്ന് പറയുന്ന ആൾ നിമ്രാന എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പറഞ്ഞ ലളിതിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ലളിതിന്റെ ഫോൺ ബന്ധം അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലകളിലെല്ലാം തന്നെ പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. പക്ഷേ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. പക്ഷേ ഇവർ ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഏകാധിപത്യം തുലയട്ടെ. തീർച്ചയായും ശ്രീ മനോജ് മേനോൻ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ അത് അന്വേഷണ ഏജൻസിയാണ് ആ തലത്തിലുള്ള അന്വേഷണം നടത്തേണ്ടത്. അതേസമയം സീരിയസ് സുരക്ഷാ ലാബ്സ്, ഈ സെക്യൂരിറ്റി ലാബ്സ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്മേലാണ് ഒരു പക്ഷേ ഇപ്പോൾ പാർലമെന്റ് അടക്കം പ്രക്ഷുബ്ധമാകും. പാർലമെന്റിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ PDT ആചാര്യ സാർ, അതായത് ഈ പ്രതികൾ ഒരാൾ തരപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട BJP MP-യുടെ പാസ്സാണ്. മറ്റൊന്ന് ഈ മെറ്റൽ ഡിറ്റക്ടറിന്റെയും സ്കാനറിന്റെയും ഒക്കെ തന്നെ പരിമിതികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പ്രേയറുമായി അകത്തേക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ വളരെ സീരിയസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലാബ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇനി ഇതിന്റെ പാസ് നൽകലുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ തന്നെ നമ്മൾ ഇരുത്തി ചിന്തിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൻ്റെയൊക്കെ ഈ തലങ്ങൾ അത് എങ്ങനെ കുറച്ചുകൂടി മോണിറ്റർ ചെയ്യപ്പെടണം? പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തെ ഏജൻസികൾ തന്നെയാണ് അന്വേഷിക്കുന്നത്. എന്തൊക്കെയാണ് അങ്ങേക്ക് നിർദ്ദേശിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങയുടെ അനുഭവ പരിചയത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇതിലങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു സിസ്റ്റം ഓൾറെഡി ഇൻ പ്ലേസ്. അതെ അതെ. അതുകൊണ്ട് ആ സിസ്റ്റം ഭംഗിയായിട്ട് നടത്തിയാൽ മതിയാവും. അതാണ്. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പാർലമെന്റിന്റെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് സീനിയറായിട്ടുള്ള പോലീസ് ഓഫീസർമാരെയും IB അങ്ങനെയുള്ള ഏജൻസികളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പാർലമെന്റിന്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് മീറ്റിങ്ങുകൾ നടത്തി റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നു. സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് എത്രത്തോളം അത് ഇഫക്റ്റീവാണ്. അതായത് ഈ പബ്ലിക് ആക്സസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ആളുകൾ യാതൊരു ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും അൺഓഥറൈസ്ഡ് ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതൊരു കാര്യം. അകത്ത് പ്രവേശിക്കുന്ന ആളിനെ സംബന്ധിക്കുന്ന എല്ലാ അതിൻ്റെ ഒരു സർവൈലൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. സഭ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ വരുന്ന വിസിറ്റേഴ്സിനെ പല ഘട്ടങ്ങളിലായി അവരെ ഫിസിക്കൽ ഫ്രിസ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനത്തിലാണ് ഈ സഭയ്ക്കകത്ത് ഒരു ഗാലറിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് അവർക്ക് മുമ്പേ ശ്രീ മനോജ് മേനോൻ പറഞ്ഞതുപോലെ ഒരു സാധനങ്ങളും കയ്യിൽ കൊണ്ടുവരാൻ അനുവദിക്കുകയില്ല. അങ്ങനെയാണ്. അത്ര സ്ട്രിക്റ്റായ ഒരു സിസ്റ്റമാണ് അവിടെ നിലവിലുള്ളത്. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള അതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായ പ്രശ്നം, സീരിയസ് ആയ പ്രശ്നം അതാണ്. ഈ ലോക്സഭയിലെ പാർലമെന്റിലെ സെക്യൂരിറ്റിക്ക് ആ സിസ്റ്റത്തിന് എന്ത് സംഭവിച്ചു, ആരാണ് അതിന് കാരണക്കാര്,
ഇത്രയും ഒരു ലാക്സിറ്റി അതിലുണ്ടാകാൻ കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത്, അത് പല തലങ്ങളിൽ ഇതിൻ്റെ ഈ ലാക്സിറ്റി പ്രകടമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കാനുള്ളത്. അപ്പം ആ കാര്യത്തിൽ ഈ ഹോം മിനിസ്ട്രിക്ക് ബാധ്യതയുണ്ട്. കാരണം ഹോം മിനിസ്ട്രിയുടെ കീഴിലാണല്ലോ ഇതെല്ലാം. അതുകൊണ്ട് അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഹോം മിനിസ്ട്രിയുടെ റെസ്പോൺസിബിലിറ്റിയിലുള്ള ഒരു കാര്യം, അവിടെ ഇത്രയും ഒരു ലാപ്സ് നടന്നപ്പോൾ നാച്ചുറലി സ്വമേധയാ ഗവൺമെൻറ് അതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആ മിനിസ്ട്രിയിൽ നിന്ന് ഹോം മിനിസ്റ്റർ ഒക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടതാണ് പാർലമെൻറ്റിന്, എന്തുണ്ടായി എന്നുള്ളത്. അതിലങ്ങും വലിയ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. അത് വെറും സെക്യൂരിറ്റി ലാപ്സിൻ്റെ പ്രശ്നമാണ് പാർലമെൻറ്റിനെ സംബന്ധിച്ച്. ബാക്കി ഈ പ്രൊട്ടസ്റ്റേഴ്സ് അവരാരായിരുന്നെന്നും അതൊക്കെ ഇൻ്റലിജൻസ് ഏജൻസിയും അതുപോലുള്ള ഏജൻസികൾ, അന്വേഷണ ഏജൻസികളും ഒക്കെ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. അത് വേറൊരു ഇഷ്യൂ ആണ്. പക്ഷെ പാർലമെൻറ്റിലെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡേ ടു ഡേ ബേസിസിൽ അത് എപ്പോഴും വളരെ അലേർട്ടായിട്ട് മാക്സിമം എഫിഷ്യൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണത്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസ്, ആ മാക്സിമം എഫിഷ്യൻസിയിൽ നിലനിർത്തേണ്ട ഒരു സിസ്റ്റത്തിനെ ഈ രീതിയിലൊരു ലാക്സിറ്റി അതിലുണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. സമയക്കുറവുകൊണ്ടാണ് ശ്രീ ആചാര്യ സാർ ഇടപെടേണ്ടി വരുന്നത്. വളരെ പ്രധാനപ്പെട്ട വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. വളരെ നന്ദി. ശ്രീ മനോജ് മേനോൻ, അവസാനമായി, കാരണം ആചാര്യ സാർ പറഞ്ഞതുപോലെ ഒരു പുതുതായ ഒരു സിസ്റ്റം നമുക്ക് കൊണ്ടുവരേണ്ടതില്ല. നിലവിലുള്ള സിസ്റ്റത്തെ പരിപോഷിപ്പിക്കുക. കാരണം അവിടെ വന്ന ലാപ്സ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവത്തോടു കൂടി അത് കേന്ദ്ര സർക്കാരും ഏജൻസികളും കാണുന്നുണ്ടോ? താങ്കൾക്കറിയാം, നിരന്തരം പാർലമെന്റിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നലത്തെ ദിവസത്തെ പറ്റിയുള്ള ഒരു ലാപ്സ് അത് ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിണമിക്കുമ്പോൾ ചില വസ്തുതകൾ അതുകൂടി നമ്മൾ കാണേണ്ടതല്ലേ ശ്രീ മനോജ് മേനോൻ? തീർച്ചയായിട്ടും ഇതിനകത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ പോലും സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിവിധ അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അത്തരം അന്വേഷണങ്ങൾ നിലനിൽക്കെ തന്നെ ഇന്നലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിലയിരുത്തൽ സ്വാഭാവികമായിട്ടും സുരക്ഷാ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്രയും ശക്തമായ സംവിധാനങ്ങൾ നിലനിൽക്കെ, സുരക്ഷാ സംവിധാനങ്ങൾ നിലനിൽക്കെ, മിടുക്കരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാർലമെൻറ്റിൽ നിലയുറപ്പിച്ചിരിക്കെ വളരെ അനായാസമായിട്ട് ഇത്തരത്തിൽ പിന്നെ ഒരു ആയുധം എന്ന് തന്നെ പറയാം, ആയുധങ്ങളുമായിട്ട് രണ്ട് യുവാക്കൾക്ക് കടന്നു വരാൻ കഴിഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന ഒരു നമ്മുടെ സിസ്റ്റത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുവരെയുള്ള സിസ്റ്റത്തിൻ്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. മാത്രമല്ല ഇന്നലെ നിരുപദ്രവകരമായ ഒരു പുക ഉപകരണമാണ് അവർ ഉപയോഗിച്ചതെങ്കിൽ പോലും അതിന് പകരം അവർ കൊണ്ടുവന്നത് മെറ്റലുണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കൂ എന്നുള്ളത്, മെറ്റലില്ലാത്ത രീതിയിൽ ഒരു സ്ഫോടക വസ്തുവാണ് അവർ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്നതെങ്കിൽ, ലോക്സഭയ്ക്കകത്ത് കൊണ്ടുവന്നതെങ്കിൽ സ്ഥിതി വേറൊന്നായി മാറുമായിരുന്നു, ചിത്രം വേറൊന്നായി മാറുമായിരുന്നു. മാത്രമല്ല പ്രജീഷ്, ഞാൻ അവിടെ കണ്ടൊരു രംഗം, ഈ ചാടിയ യുവാവ് ഇരിപ്പിടങ്ങൾക്ക് മുകളിലൂടെയാണ് ചാടി മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് അത്രയധികം മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതും ഈ എം പിമാരുടെ പിടിയിൽ ഇവർ വീഴുകയും ചെയ്തു. പക്ഷേ ഇരിപ്പിടങ്ങൾക്കിടയിൽ സാധാരണ നിലയിലുള്ള നടപ്പാതയുണ്ട്. ഈ നടപ്പാതയിലേക്കാണ് ഈ യുവാവ് വീണത്. അവിടെ നിന്നാണ് അയാൾ നടക്കാൻ ശ്രമിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒറ്റ ഓട്ടത്തിന് സ്പീക്കറുടെ കസേര വരെ എത്താൻ അയാൾക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം, അതിനു മുമ്പ് പിടിവീണില്ലെങ്കിൽ. പക്ഷേ ഇരിപ്പിടത്തിന് മുകളിലായതുകൊണ്ട് അയാൾക്ക് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. സംഭവിക്കാതിരുന്നത് വളരെ ഭാഗ്യമെന്ന് പറയുന്ന ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പാർലമെന്റിൽ. വളരെ നന്ദി ശ്രീ PDT ആചാര്യ സാർ. ഒപ്പം അനുഭവങ്ങൾ പങ്കുവച്ചതിന് മനോജ് മേനോൻ, മാതൃഭൂമിയുടെ ഡൽഹി കറസ്പോണ്ടന്റ്, വളരെ നന്ദി.